ഹായ് ഗായ്സ്, ഈ ദിവസത്തിന് വേണ്ടി ഞാനും നീരജും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫ് കിട്ടിയ ദിവസം. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് ഡിമാർട്ടിക്കായിരുന്നു. ഡിമാർട്ടിൽ പോയിട്ട് കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചു. സാലറി കിട്ടിയതുകൊണ്ട് കുറച്ച് പർച്ചേസിങ്. അങ്ങനെ ഞാൻ നീരജ് ഡിമാർട്ടിക്ക് പോയിട്ട് കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നീരജ് ഒരു ക്രീമിൻ്റെ മുന്നിൽ ഒരു 15 മിനിറ്റ് ചിലവഴിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എടുത്തു. അങ്ങനെ 4-5 സാധനം വാങ്ങിച്ചിട്ട് പിന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു, ഒടുക്കത്തെ ക്യൂ. അങ്ങനെ അവിടെയും ഒരു കുറച്ച് സമയമൊക്കെ പോയി ഞങ്ങളങ്ങനെ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും മാളിക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം മാള് അതിൻ്റെ അടുത്താണ്, കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞാൽ മാളായി. അപ്പം മാളിക്കൊക്കെ കയറി. മാളിൽ കയറുമ്പോൾ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്, ഗേൾസിൻ്റെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ട്രയൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല. അതുപോലെ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചില്ല. കാരണം അമ്മയുടെ നല്ല ചീത്തയൊക്കെ, അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നാശമായിട്ട് അമ്മ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നീരജയ്ക്ക് നിർബന്ധമായിട്ടും കയറേണ്ട ഷോപ്പ് ഈ മാളിലേക്ക് വരുമ്പോൾ. ഇവിടെയാണ് ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് ഈ ഷോപ്പിലുള്ള. അപ്പോൾ നീരജ പറയാണ് അടുത്ത സാലറി വരുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്നൊരു പർച്ചേസ് ചെയ്യും ഒക്കെയാണ് പറയണത്. പിന്നെ ഞങ്ങൾ ഈ പട്ടി ഷോ കാണിക്കുന്നത് കാരണമല്ല, ഞങ്ങളുടെ ഈ വാച്ചും സാധനങ്ങളൊക്കെ പുറം ലോകം കാണുന്നത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. കാരണം നമ്മൾ IMC സ്റ്റാഫ് ആയതുകൊണ്ട് ഇതൊന്നും അലൗഡല്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്താ ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണോ എന്നൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ എന്താ കഴിക്കേണ്ടതെന്ന് ചിന്തിച്ച് ഞങ്ങൾ അവസാനം ഓരോ ഷേക്കിലേക്ക് എത്തി. ഓരോ ഷേക്ക് കുടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോണ വഴിക്ക് നല്ലൊരു ജ്യൂസ് ഷോപ്പുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും അവിടെ നിന്ന് വാങ്ങാറ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ഷേക്ക് വാങ്ങിച്ച് അത് കുടിച്ചു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മൊത്തം കുടിക്കാൻ പറ്റിയില്ല. എനിക്കങ്ങനെ സ്വീറ്റിനോട് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് ബാക്കി വെച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി. പിന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.